ബ്രേവിക് സ്പേസി സെന്റർ അവതരിപ്പിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കേരളത്തിലെ വനങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വനങ്ങൾ. ഇന്ത്യയിലെ വനങ്ങൾ നൈസർഗിക സസ്യജാലങ്ങൾക്ക് ഉദാഹരണമാണ്. എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ? മനുഷ്യൻ നട്ടുപിടിപ്പിക്കാതെ സ്വാഭാവികമായി പ്രകൃതിയിൽ വളരുന്ന സസ്യങ്ങൾ അല്ലെങ്കിൽ വനങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ നട്ടുപിടിപ്പിക്കാതെ സ്വാഭാവികമായി പ്രകൃതിയിൽ വളരുന്ന സസ്യങ്ങൾ അല്ലെങ്കിൽ വനങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വനങ്ങൾ നൈസർഗിക സസ്യജാലങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറയുന്നത്? മനുഷ്യ ഇടപെടലില്ലാതെ സ്വാഭാവികമായി വളരുകയും കാലാവസ്ഥയും ഭൂമിശാസ്ത്ര ഘടനയും അനുസരിച്ച് രൂപം കൊണ്ടതുമായതിനാൽ ഇന്ത്യയിലെ വനങ്ങൾ നൈസർഗിക സസ്യജാലങ്ങൾക്ക് ഉദാഹരണമാണ്. മനുഷ്യ ഇടപെടലില്ലാതെ സ്വാഭാവികമായി വളരുകയും കാലാവസ്ഥയും ഭൂമിശാസ്ത്ര ഘടനയും അനുസരിച്ച് രൂപം കൊണ്ടതുമായതിനാൽ ഇന്ത്യയിലെ വനങ്ങൾ നൈസർഗിക സസ്യജാലങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറയുന്നു. നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാലാവസ്ഥ, ഭൂപ്രകൃതി, മഴയുടെ അളവ്, മണ്ണ്. കാലാവസ്ഥ, ഭൂപ്രകൃതി, മഴയുടെ അളവ്, മണ്ണ് എന്നിവയാണ് നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇന്ത്യയിലെ വനങ്ങൾ പ്രധാനമായും 5 തരത്തിൽ തരംതിരിക്കുന്നു. ഉഷ്ണമേഖലാ നിത്യഹരിത വനം. ഉഷ്ണമേഖലാ നിത്യഹരിത വനത്തിലെ വാർഷിക വർഷാതാപം 200 സെൻറ്റിമീറ്ററിന് മുകളിലാണ്. വാർഷിക ഊഷ്മാവ് 20 ഡിഗ്രി സെൽഷ്യസ്. ഉഷ്ണമേഖലാ നിത്യഹരിത വനത്തിലെ വൃക്ഷങ്ങൾ 60 മീറ്ററിന് മുകളിൽ കാണപ്പെടുന്നു. ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത് ഉഷ്ണമേഖലാ നിത്യഹരിത വനമാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ നിത്യഹരിത വനമാണ് ആമസോൺ മഴക്കാടുകൾ. വാർഷിക വർഷാതാപം കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ ഹിമാലയങ്ങളിലും ഉഷ്ണമേഖലാ നിത്യഹരിത വനം കാണപ്പെടുന്നു. ലോകത്തിലെ വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം കൂടിയാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ എന്നീ പ്രദേശങ്ങളിലും ഉഷ്ണമേഖലാ നിത്യഹരിത വനം കാണപ്പെടുന്നു. ഉഷ്ണമേഖലാ നിത്യഹരിത വനത്തിൽ കാണപ്പെടുന്ന സവിശേഷ വനങ്ങളാണ് മഹാഗണി, എബണി, റോസ്വുഡ്. ഉഷ്ണമേഖലാ നിത്യഹരിത വനത്തെ മഴക്കാടുകളെന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ രണ്ടാമത്തെ വനമാണ് ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങളിലെ വാർഷിക വർഷാതാപം 75 സെൻറ്റിമീറ്ററും 200 സെൻറ്റിമീറ്ററും ഇടയിലാണ്. ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത്. ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങളെ മൺസൂൺ കാടുകളെന്നും വിളിക്കുന്നു. ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങൾ പ്രധാനമായി 2 തരത്തിൽ തരംതിരിക്കുന്നു. ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങളെന്നും ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും വനങ്ങളും. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങളിലുള്ളത്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ കൂടിയാണ് ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങൾ. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ കൂടെയാണ് ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങൾ. ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പടിഞ്ഞാറൻ ഒഡീഷ, പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവിലെ ചില പ്രദേശങ്ങളിൽ കൂടെ ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങൾ കണ്ടുവരുന്ന സവിശേഷമായ വൃക്ഷങ്ങളാണ് ചന്ദനം, തേക്ക്, മുള. ഇന്ത്യൻ വനങ്ങളുടെ മൂന്നാമത്തെ വിഭാഗമാണ് കുറ്റിക്കാടുകൾ. കുറ്റിക്കാടുകളുടെ വാർഷിക വർഷാതാപം 75 സെൻറ്റിമീറ്ററിന് താഴെയാണ്. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിൻ്റെ മധ്യഭാഗങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് കുറ്റിക്കാടുകൾ. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കുറ്റിക്കാടുകൾ കാണുന്നു. കുറ്റിക്കാടുകൾ കാണപ്പെടുന്ന സവിശേഷമായ സസ്യജാലങ്ങളാണ് പരക്കൻ പുല്ലുകൾ, അക്വേഷ്യ, ഈന്തപ്പന. ഇന്ത്യയിലെ 4ാമത്തെ വനവിഭാഗമാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾ പ്രധാനമായും കാണപ്പെടുന്നത് പരിവർത്തന മേഖലയിലാണ്. എന്താണ് പരിവർത്തന മേഖല? 2 ആവാസ വ്യവസ്ഥാ മേഖലയ്ക്ക് ഇടയിലുള്ള ഭാഗങ്ങളാണ് പരിവർത്തന മേഖല എന്ന് പറയുന്നത്. അതായത് കടലിനും കരയ്ക്കും ഇടയിലുള്ള ഭാഗം. കണ്ടൽക്കാടുകളിലെ വാർഷിക വർഷാതാപം 200 സെൻറ്റിമീറ്ററിന് മുകളിലാണ്. കടലും പുഴയും ചേരുന്ന ചില പ്രദേശങ്ങളിലാണ് കണ്ടൽക്കാടുകൾ കണ്ടുവരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. രണ്ടാമത് ഗുജറാത്ത്. ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഗോവയാണ്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയിൽ കാണപ്പെടുന്ന വനങ്ങൾ കൂടിയാണ് കണ്ടൽക്കാടുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള വൻകര ഏഷ്യ. ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ള വൻകര യൂറോപ്പ്. കണ്ടൽ വിസ്തൃതിയിൽ ലോകത്ത് ആദ്യ സ്ഥാനമുള്ള രാജ്യം ഇന്തോനേഷ്യ. ദക്ഷിണ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് ആന്ധ്രാപ്രദേശ്. നദീമുഖങ്ങളിലും സമുദ്രനിരകളിലുമുള്ള കരയിടിച്ചിൽ ചെറുക്കാൻ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര.
കണ്ടൽക്കാടുകൾ കണ്ടുവരുന്ന സവിശേഷമായ വനങ്ങളാണ് സുന്ദരി അഗർ വനങ്ങൾ. ഇന്ത്യൻ വനങ്ങളുടെ 5ാമത്തെ വിഭാഗമാണ് പർവ്വത വനങ്ങൾ. പർവ്വത വനങ്ങളിലെ വാർഷിക വർഷാതാപം 60 മീറ്ററിന് താഴെയാണ്. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽവർഗ സസ്യങ്ങളും ഉൾപ്പെടുന്നതാണ് പർവ്വതവനങ്ങൾ. പർവ്വതവനങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ വൃക്ഷങ്ങളാണ് ഓക്ക്, പൈൻ, ചെസ്നട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോകത്തിൻ്റെ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം. ലോകത്തിൻ്റെ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനമായിരിക്കണം? പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനമായിരിക്കണം? 33%. ലോകത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ എത്ര ശതമാനം മാത്രമാണ് ഇന്ത്യക്കുള്ളത്? ലോകത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ എത്ര ശതമാനം മാത്രമാണ് ഇന്ത്യക്കുള്ളത്? 2.4%. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ഡിട്രിച്ച് ബ്രാൻഡിസ്. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ഡിട്രിച്ച് ബ്രാൻഡിസ്. ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവും ഡിട്രിച്ച് ബ്രാൻഡിസ് തന്നെയാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം 1966. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം 1966. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പുതിയ പേര് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പുതിയ പേരാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ്. ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആദ്യമായി തയ്യാറാക്കിയ വർഷം 1987. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആദ്യമായി തയ്യാറാക്കിയ വർഷം 1987. ഇന്ത്യയിൽ ആദ്യമായി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ബെൻഡില റൈറ്റ് ആണ്. 1994. ഇന്ത്യയിൽ ആദ്യമായി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ബെൻഡില റൈറ്റ് 1994. ഇന്ത്യയിൽ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിൽ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.